ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എക്സാം ബൈ ലേണിംഗ് NMMS 1 മിനിറ്റ് 1 മാർക്ക്. സോ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മിസ്സിംഗ് നമ്പർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു ട്രയാങ്കിൾ നമുക്ക് കാണുന്നുണ്ട്, ഒരു ത്രികോണം നമുക്ക് കാണാനുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ഫസ്റ്റ് 3 ഉണ്ട്, 4 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. ഇനി അടുത്തൊരു ത്രികോണം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇവിടെ 5, താഴെ ബേസ് ആയിട്ട് 12, അതുപോലെ തന്നെ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് 13. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു ഹൈറ്റ് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് ആണ് നമ്മളോട് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടൊന്ന് നോക്കുക. 3, 4, 5 നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻ പിക്കാൻ പറ്റുന്നുണ്ടോ? എടാ, പൈതഗോറസ് തിയറം അല്ലേ അവിടുത്തെ റിലേഷനായി വരുന്നത്. അതായത് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഈക്വൽ ടു എന്താണ്? 5 സ്ക്വയർ. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്, 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. ഓക്കെ, 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്. ഇവിടെ നോക്കുക, 9 പ്ലസ് 16 തന്നെയാണല്ലോ റൈറ്റ് സൈഡിലുള്ള 25 ആയിട്ട് വരുന്നത്. ഓക്കെ ആണ്. അതായത് പൈതഗോറിയൻ ട്രിപ്ലറ്റ്സ് ആണ് 3, 4, 5 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ആ റിലേഷൻ നോക്കാം. 5, 12, 13. അപ്പൊ 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താവണം? 13 സ്ക്വയർ ആവണം. 5 സ്ക്വയർ 25 ആണ്, 12 സ്ക്വയർ 144 ആണ്. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 169 ആണ്. 13 സ്ക്വയർ എന്ന് പറഞ്ഞാലും 169 തന്നെയാണ്. അപ്പൊ ജസ്റ്റ് നോക്കുക, 15ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 225 ആണ്. ഓക്കെ, 17ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 289 ആണ്. അപ്പൊ 225ലേക്ക് എത്ര ആഡ് ചെയ്താലാണ് 289 ആവുക? 64 ആഡ് ചെയ്താലാണ്. 64 എന്ന് പറയുന്നത് ഏതിന്റെ സ്ക്വയർ ആണ്? 8ന്റെ സ്ക്വയർ ആണ്. സോ ഇവിടെ ഏതായിരിക്കും വരിക? 8 ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? ശരി ഉത്തരമായിട്ട് വരുന്നുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. മിസ്സിംഗ് നമ്പർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 3 സ്ക്വയേഴ്സ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഓരോ സ്ക്വയറിലും 4 നമ്പേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പൊസിഷനിൽ വരുന്ന നമ്പർ ഏതായിരിക്കും എന്ന് താഴെ നിങ്ങളുടെ ആൻസർ ആയിട്ട് കമന്റ് ചെയ്യുക.